കല്യാശ്ശേരിയിലെ സ്വത്ത് കണ്ടിട്ടെങ്കിലും സുശീല ആന്റി ഇന്ദ്രനെ അനുപമയുടെ അടുത്തേക്ക് വിടുമല്ലോ. അല്ല, ഇന്ദ്രൻ അനുപമയുടെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഇത്ര ആശ്വാസം? ആ, അതൊക്കെ ഉണ്ട് ഹർഷേ. അവരൊരുമിച്ച ഈ വീട്ടിൽ നടക്കുന്ന പല നാടകത്തിനും തിരശ്ശീല വീഴും. അല്ല, രവിയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അവര് കാരണം എന്ത് നാടകം ഈ വീട്ടിൽ നടക്കുന്നേ? ഒന്നും നടക്കുന്നില്ലേ? അന്ന് അനുപമ അനീതി ഇവിടെ വന്നപ്പോ അവരുടെ മുമ്പില് നമുക്കൊക്കെ നാടകം കളിക്കേണ്ടി വന്നില്ലേ? ഇത്ര വേഗം നീ അത് മറന്നു ഹർഷേ? ഓ, രവിയേട്ടൻ അതാണോ പറഞ്ഞേ? അത് പിന്നെ സുശീല ആന്റി ഇന്ദ്രനെ പറഞ്ഞ് പേടിപ്പിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഒളിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നല്ലോ. ആ, അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. ഇന്ദ്രനെ കൊണ്ട് അവന്റെ അമ്മ പല വേഷവും കെട്ടിക്കും. അതിന്റെ പ്രധാന കാരണം അനുപമ ഒരു സാധാരണ കുടുംബത്തിലെ പെണ്ണായി പോയതുകൊണ്ടാണ്. പക്ഷേ ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല. കോടികളുടെ സ്വത്ത് കണ്ട് കണ്ണു മഞ്ഞളിച്ച് സുശീല ആന്റി മൂത്ത മരുമകളെ അംഗീകരിച്ചു തുടങ്ങും. മകനെ എങ്ങനെയെങ്കിലും അവളുടെ തറവാട്ടിലേക്ക് തള്ളി വിടുകയും ചെയ്യും. ആ, അതെനിക്ക് തോന്നി. ആ, സുശീല ആന്റിയുടെ സ്വഭാവം വെച്ച് അവര് നേട്ടമുള്ളിടത്തേക്ക് ചായു. ആ, ചാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. നമുക്ക് ആശ്വസിക്കാൻ വഴിയുണ്ടെന്ന്. എന്തായാലും ബാക്കിയെല്ലാം പോട്ടെ. ഇന്ദ്രനും അനുപമയും ഒരുമിച്ച് ജീവിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ഹർഷേ? അല്ലേ? ആ, ശരിയേ. അവര് വീണ്ടും ഒരുമിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെ. ആ, രവിയേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായില്ലേ? ഞാനേ വേഗം റെഡിയാക്കാം.